ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ അതായത് മൺഡേ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരുന്നു. അത് വീഡിയോ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സെയിം ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? നോർമലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കും ആ ലാംഗ്വേജ് അറിയുന്നത് കൊണ്ടാണ് മറ്റൊരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അല്ലേ. ഇതേപോലെ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടർ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും C++, ജാവ, പൈത്തൺ, C#, PHP, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇതിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഓരോ ഫോർമാറ്റ്, അതായത് ഓരോ സിൻടാക്സും സെമാൻറ്റിക്സും ആണ് ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ജാവ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മളുടെ മോണിറ്ററിലോട്ട് പ്രിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് system.out.println എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇതേപോലെ നമ്മുടെ സ്ക്രീനിലോട്ട് എന്തെങ്കിലും ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് cout എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെയിം വേ നമ്മൾ C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ C# എടുക്കുകയാണെങ്കിൽ console.writeln എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. PHP ആണെങ്കിൽ നമ്മൾ echo എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ ഓരോ ഫോർമാറ്റ്, അതായത് ഓരോ സിൻടാക്സുകളാണ് ഉപയോഗിക്കുന്നത്. ആ സിൻടാക്സിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് മീനിങ്സും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കുന്ന ആളുകൾ, ഇൻവെൻറ്റേഴ്സ്, ഇത് ഇന്ന പോലെ ഉപയോഗിക്കണം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ ഉപയോഗിച്ചാൽ മാത്രമേ ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് സിൻടാക്സും ഒന്ന് സെമാൻറ്റിക്സും. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മീനിങ്ങും ഉണ്ടായിരിക്കും. അതാണ് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതിനൊക്കെ എന്തുണ്ട്? സിൻടാക്സും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെമാൻറ്റിക്സും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറയാൻ പോണത് ഇത്തരത്തിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ മൂന്നായിട്ട് മെയിനായിട്ട് മൂന്ന് ടൈപ്സ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് മെഷീൻ ലാംഗ്വേജ്, സെക്കൻഡ് വൺ അസംബ്ലി ലാംഗ്വേജ് ആൻഡ് തേർഡ് വൺ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓരോ ലാംഗ്വേജും എന്താണെന്ന് പറയാനായിട്ട് പോവാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് മെഷീൻ ലാംഗ്വേജ്? നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് നമ്മൾ പറയുന്ന പോലെ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ്, നമ്മൾ എത്ര ജാവ പറഞ്ഞോട്ടെ, പൈത്തൺ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞാലും ഇതൊന്നും കമ്പ്യൂട്ടറിന് ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോഡ് എഴുതി കഴിഞ്ഞാലും അതിനെ ഒരു കമ്പൈലർ എന്തായിട്ട് മാറ്റുന്നുണ്ട്? മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് അത് മനസ്സിലാവുള്ളൂ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് മെഷീൻ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിനെയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ 1010, അതായത് ബൈനറി ഫോർമാറ്റിലായിരിക്കും മെഷീൻ ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 1010 ഫോർമാറ്റ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് അങ്ങനെ കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ അതിനൊക്കെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് കമ്പൈലേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. എങ്കിൽ അങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ 1010 എന്നൊന്നല്ല നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. കമ്പ്യൂട്ടറുമായിട്ട് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിലൂടെ ആണെങ്കിലും, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്പീച്ചിലൂടെയാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടിനെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള മെഷീൻ കോഡിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം നമുക്ക് കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. സോ കമ്പ്യൂട്ടറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ
പറ്റുന്ന ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ 1010 ഇപ്പോൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ സർക്യൂട്ടിലാണെങ്കിൽ ഓൺ ഓഫ് എന്ന് പറയും, 10 ഓൺ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയും. ഇത്തരത്തിലുള്ള 1010 ഫോർമാറ്റിനെയാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറിയാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെഷീൻ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു അസംബ്ലി ലാംഗ്വേജ്. ഇപ്പോൾ ഈ എവല്യൂഷൻ ഇതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ മെഷീൻ ലാംഗ്വേജ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ ആദ്യ സമയത്തൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് നമ്മൾ ഈ 1010 ഫോർമാറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഹായ് ആണെങ്കിൽ അതിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു കാര്യം ആണ്. അപ്പോൾ അതിനുശേഷം മെഷീൻ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് വന്നൊരു ലാംഗ്വേജ് ആണ് ആക്ച്വലി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ആഫ്റ്റർ മെഷീൻ ലാംഗ്വേജ് വന്ന നെക്സ്റ്റ് ഒരു ഡെവലപ്മെന്റ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ന്യൂമോണിക്സ് അല്ലെങ്കിൽ സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് ആണ് 010 അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ 1010 പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ന്യൂമോണിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ നമ്മൾ സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. അതായത് മൂവ് എ കോമ ബി, അല്ലാന്നുണ്ടെങ്കിൽ ആഡ് എ കോമ ബി, വിച്ച് മീൻസ് ആഡ് എന്ന് ഉദ്ദേശിച്ച് നമുക്കറിയാം ആഡ് ചെയ്യാനാണ്. മൂവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂവ് ചെയ്യാനാണ്. അങ്ങനെ ജസ്റ്റ് ഒരു അബ്രിവേഷൻസ്, ചെറിയ ഷോർട്ട് ഫോമുകൾ, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ചെറിയ ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. ഇന്നും നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണെന്ന് വെച്ചാൽ മൈക്രോ പ്രോസസ്സേഴ്സിന്റെ ഡെവലപ്മെന്റിനൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോ പ്രോസസ്സർ ഇപ്പം നിങ്ങളുടെ സിലബസിന്റെ ഒക്കെ മുന്നേ വരെ ഈ ഒരു ലാബ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. എമുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ 8086 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിലുള്ള കോഡ് കറക്റ്റ് അസംബ്ലി കോഡാണ്. അതിനൊന്നും ഇതുവരെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പണ്ടുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത്. ഇവിടെ ആഡ് ഓഫ് എ കോമ ബി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ, മെമ്മറിന്റെ ഉള്ളിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ചില വാല്യൂസ് പോയിട്ട് രജിസ്റ്റേഴ്സിന്റെ ഉള്ളിലായിരിക്കും സേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അത് ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഇന്ന രജിസ്റ്ററിന്റെ ഉള്ളിലാണ് 5 പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, ഇന്ന രജിസ്റ്ററിന്റെ ഉള്ളിലാണ് 6 പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആഡ് ഓഫ് എ ബി കോമ ബി സി എന്ന് പറയുമ്പോൾ എ ബിന്റെയും ബി സിന്റെയും ഉള്ളിലുള്ള വാല്യൂസ് തമ്മിൽ ആഡ് ആവും. ഓക്കെ, അപ്പൊ അതാണ് അത്തരത്തിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ന്യൂമോണിക്സും അതേപോലെ തന്നെ സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മളുടെ നാച്ചുറൽ ലാംഗ്വേജുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലും ഇന്റേണലി അത് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള മെഷീൻ ലാംഗ്വേജിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ രണ്ടാമത്തേതാണ് അസംബ്ലി ലാംഗ്വേജ്. മൂന്നാമത്തെ ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാവ, പൈത്തൺ, C#, PHP ഒക്കെ എന്താണ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ തന്നെ ഒരു ഡെവലപ്മെന്റിൽ വളരെയധികം എന്താ പറയുക ചേഞ്ചസ് വരുത്തിയ ഒരു വലിയൊരു ഡെവലപ്മെന്റ് വന്ന സമയമായിരുന്നു ഹൈ ലെവൽ ലാംഗ്വേജ് വന്നത്. വിച്ച് മീൻസ് നമ്മൾ സംസാരിക്കുന്ന നാച്ചുറൽ ലാംഗ്വേജിനോട് വളരെയധികം മാച്ചിങ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ ജാവ എടുക്കുകയാണെങ്കിലും, ജാവ ഡെവലപ്പ് ചെയ്ത ജെയിംസ് ഗോസ്ലിംഗ് ആണെങ്കിലും, സി ഡെവലപ്പ് ചെയ്ത ഡെന്നിസ് റിച്ചി ആണെങ്കിലും, ഇവരൊക്കെ ഈ ഡെവലപ്പേഴ്സ് ഒക്കെ നമ്മളുടെ നാച്ചുറൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലാണ് അവരുടെ ഒരുപാട് കോഡുകളും കീവേഡ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് വളരെ ഈസിയർ ആണ്, നമുക്ക് പഠിക്കാനും വളരെ ഈസിയർ ആണ്, ഇംപ്ലിമെന്റ് ചെയ്യാനും വളരെ ഈസിയർ ആണ്. ഓക്കെ, അതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇന്നും ഹൈ ലെവൽ ലാംഗ്വേജ് നിലനിൽക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതുകൊണ്ടാണ്. നമ്മൾ സംസാരിക്കുന്ന നാച്ചുറൽ ലാംഗ്വേജുമായിട്ട് അതിന് ഒരുപാട് സാമ്യത ഉണ്ട്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ കേട്ട് കാണൂല. പ്രൊലോഗ് എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫോർട്രാൻ, ലിസ്പ്, പാസ്കൽ ഇതൊക്കെ പണ്ടത്തെ ഓൾഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇപ്പൊ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ജാവ, പൈത്തൺ ഒക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ സീസണിൽ മാറിക്കൊണ്ടിരിക്കും. ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും വരുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ ജാവയിൽ ഞാൻ എഴുതുകയാണ് കൂടുന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്ത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ജാവയാണെങ്കിൽ ഒരു കമ്പൈലർ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് 5ാമത്തെ സെമസ്റ്ററിലൊക്കെ. ജാവയിലാണെങ്കിൽ JVM എന്ന് പറയുന്ന ഒരു കമ്പൈലർ ഉണ്ട്, ജാവ വെർച്വൽ മെഷീൻ എന്നാണ് പറയാ. ആ കമ്പൈലർ ഈ ഞാൻ എഴുതിയിട്ടുള്ള ജാവ കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നത്. ഇപ്പൊ ജാവയാണെങ്കിലും എന്താണെങ്കിലും ജാവയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു കമ്പൈലറാണ് JVM. ബാക്കി സിയിലും C++ലും ഒക്കെ വേറെ എക്സ്ട്രാ കമ്പൈലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ,
അപ്പൊ ഇത്രയാണ് ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയത്തെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ ഒരു മീഡിയം വഴിയാണ് നമ്മൾ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണുള്ളത്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഭാഷയാണ് ആക്ച്വലി മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏതൊരു ലാംഗ്വേജിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും കമ്പ്യൂട്ടർ അതിനെ മെഷീൻ കോഡിലോട്ട് മാറ്റിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തേതാണ് അസംബ്ലി ലാംഗ്വേജ്, വിച്ച് മീൻസ് നെക്സ്റ്റ് ഒരു ഡെവലപ്മെന്റ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിച്ച് മീൻസ് അതിൽ ന്യൂമോണിക്സ് അല്ലെങ്കിൽ സിംബോളിക് ഇൻസ്ട്രക്ഷൻസ് കുറച്ചും കൂടെ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജുമായിട്ട് മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അബ്രിവിയേഷൻസ്, ചെറിയ ചെറിയ ഷോർട്ട് ഫോമുകളാണ് നമ്മൾ എന്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അസംബ്ലിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ മെയിനായിട്ട് ഈ എമുലേറ്റേഴ്സ് ഒക്കെ മൈക്രോ പ്രോസസർ ഡെവലപ്മെന്റിലാക്കിയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഇപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സാക്ട് നമ്മളുടെ നാച്ചുറൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ അണ്ടറിൽ വരികയാണ്. നമ്മൾ പറഞ്ഞ പാസ്കലും ഫോർട്രാനും കോബോളും അതേപോലെ തന്നെ ജാവയും പൈത്തണും സിയും C++ ഒക്കെ എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.